Assalamu alaikum. Today we are going to discuss about the third chapter of the Political Science Part 1. That is the Politics of Planned Development. അതാണ് ചാപ്റ്ററിൻ്റെ പേര്. തേർഡ് ചാപ്റ്ററാണ് പാർട്ട് 1-ലെ തേർഡ് ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മുടെ ഇൻഡിപെൻഡൻസിന് ശേഷം ഒരു യൂണിയൻ ഓഫ് ഇന്ത്യ ഫോം ചെയ്യാൻ വേണ്ട പരിശ്രമങ്ങളെക്കുറിച്ച് ഫസ്റ്റ് ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്തു. രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ കോൺഗ്രസ് പാർട്ടിയുടെ ഡോമിനൻസിനെ കുറിച്ചിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി അങ്ങനെ അതെല്ലാം ഉണ്ടായി. ഇനി നെക്സ്റ്റ് നമ്മളിപ്പോൾ ഈ ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡെവലപ്മെൻറ്റ്, ഇന്ത്യയിലെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട്, അതായത് എക്കണോമിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്, സോഷ്യലായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റും എങ്ങനെ അറ്റൈൻ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് അതിൻ്റെ പ്ലാന്, അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസിനാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ആൻസർ കിട്ടേണ്ടത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വർ ദ മെയിൻ ഡിസ്കഷൻ ആൻഡ് ഡിബേറ്റ്സ് അബൌട്ട് ദ ഡെവലപ്മെൻറ്റ്. അതായത് ഡെവലപ്മെൻറ്റ് എന്ന ഫാക്ടർ യാഥാർത്ഥ്യമാവാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഡിസ്കഷൻസും ഡിബേറ്റുകളും ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്, അതാണ് ഒന്നാമത് പറയുന്നത്. രണ്ടാമത്തേത്, ഡ്യൂറിങ് ദ ഫസ്റ്റ് 2 ഡിക്കേഡ്സ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് വാട്ട് സ്ട്രാറ്റജി വാസ് അഡോപ്റ്റഡ്, വൈ. അതായത് ഈ ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ആ ഒരു 2 ഡെക്കേഡ്സിൽ എന്തൊക്കെ സ്ട്രാറ്റജീസാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തേർഡ് കാര്യം, വാട്ട് വേർ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫസ്റ്റ് 2 5-year പ്ലാൻസ്. അതായത് പഞ്ചവത്സര പദ്ധതികൾ, ആദ്യത്തെ 2 പഞ്ചവത്സര പദ്ധതികളുടെ മെയിൻ ഒബ്ജക്റ്റീവ്, മെയിൻ ലക്ഷ്യം എന്തായിരുന്നു എന്നും ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അടുത്തൊരു കാര്യം, വാട്ട് വേർ ദ മെയിൻ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ്. എന്തൊക്കെയായിരുന്നു മെയിൻ അച്ചീവ്മെൻറ്റ്, പ്രധാനപ്പെട്ട നേട്ടങ്ങളും അതിൻ്റെ പോരായ്മകളും ഒക്കെ എന്തൊക്കെയായിരുന്നു എന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ വൈ വാസ് ദിസ് സ്ട്രാറ്റജി ഗിവൺ അപ്പ് ഇൻ ദ ലേറ്റർ ഇയേഴ്സ്. അതുപോലെ തന്നെ ഇങ്ങനത്തെയുള്ള സ്ട്രാറ്റജീസൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഇത് പിന്നീടുള്ള വർഷങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസിന് ആൻസർ നമ്മൾ കണ്ടെത്തലാണ്, അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ് ഇവിടെ പറയുന്നുള്ളൂ ചാപ്റ്ററിൻ്റെ. എക്കണോമിക് ഡെവലപ്മെൻറ്റ് വാസ് വൺ ഓഫ് ദ മെയിൻ ചലഞ്ചസ് ദ ലീഡേഴ്സ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ഹാഡ് ടു ഫേസ്, അല്ലേ. അതായത് നമ്മുടെ രാജ്യം സ്വതന്ത്രമായി അതൊരു നല്ലൊരു കാര്യമാണ്. പക്ഷേ നമ്മുടെ ലീഡേഴ്സ്, സ്വാതന്ത്ര്യം നേടാൻ ഇവിടെ സഹായിച്ചിരുന്ന നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, അതല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മുൻപന്തിയിൽ നിന്നിരുന്ന ആളുകൾ എന്താണ് ഫേസ് ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട ചലഞ്ച് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി, അല്ലേ. ഇന്ത്യയുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ആ പുരോഗതി കൈവരിക്കുന്നതിനെ കുറിച്ച് അത് ഭയങ്കര എന്താ പറയുക വെല്ലുവിളിയായിരുന്നു അവരുടെ മുന്നിൽ. 2 centuries ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ഹാഡ് കംപ്ലീറ്റ്ലി ഡിസ്റപ്റ്റഡ് ദ എക്കണോമിക് സിസ്റ്റം ഓഫ് ദ കൺട്രി. നമുക്കറിയാം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നു, ഇന്ത്യ അടക്കി ഭരിച്ചു, അല്ലേ. അപ്പോൾ അവർ ശരിക്കും ഇവിടുത്തെ അസംസ്കൃത വസ്തുക്കൾ എല്ലാം ചൂഷണം ചെയ്ത് അവരുടെ രാജ്യത്തിന് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ശരിക്കും അവരുടെ ഈ ഭരണ കാലഘട്ടത്തിൽ അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്.
അവർ ഇന്ത്യയിൽ ഭരണം നടത്തി, പല നാട്ടുരാജാക്കന്മാരും അവരോട് സഹകരിച്ചു. അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് ചില സഹായ സഹകരണങ്ങൾ നാട്ടുരാജാക്കന്മാർക്ക് അവർ കൊടുത്തു, ജനങ്ങൾക്ക് ചില പ്രൊവിഷൻസൊക്കെ കൊടുത്തു. എങ്കിലും ബേസിക്കായിട്ട് അവരുടെ ഉദ്ദേശം ഡെവലപ്മെൻറ്റ് ഓഫ് ദെയർ ഓൺ കൺട്രി, അവരുടെ ബ്രിട്ടൻ്റെ ഡെവലപ്മെൻ്റ് ആയിരുന്നു അവരുടെ യഥാർത്ഥ ലക്ഷ്യം. ഇവിടുത്തെ അസംസ്കൃത വസ്തുക്കൾ, ഇവിടുത്തെ റെയിലായാലും അതുപോലെ തന്നെ തുറമുഖങ്ങളൊക്കെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയത് എന്തിനു വേണ്ടിയിട്ടുള്ള, ഇവിടുന്നുള്ള അസംസ്കൃത വസ്തുക്കളെ ബ്രിട്ടനിലേക്ക് കടത്താനുള്ള മാർഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റും അവരിങ്ങനെ തുടങ്ങി വെച്ചു. അത് ശരിക്കും ഇന്ത്യക്കാർക്ക് എന്തായാലും ഒരു 100% അല്ലെങ്കിൽ 100% പറയുന്നില്ലെങ്കിൽ കൂടിയിട്ട് ഒരു 50% പോലും ശരിക്കും ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ആണെന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, ദിസ് റിട്ടാർഡഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി വിച്ച് ഈസ് ബ്ലെസ്ഡ് വിത്ത് അബണ്ടൻറ്റ് നാച്ചുറൽ റിസോഴ്സസ് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാരുടെ ഈ ഒരു ഭരണം ശരിക്കും റിച്ച് ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് ഉള്ള ഇന്ത്യ എന്നൊരു കൺട്രിയെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ആ ഡെവലപ്മെൻറ്റിനുള്ള സാധ്യതയെ ശരിക്കും അവരെന്ത് ചെയ്യണം, മുരടിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം ഈ റിസോഴ്സൊന്നും ഇവിടെ യൂട്ടിലൈസ് ചെയ്തിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കാനും ഇവിടുത്തെ സാമ്പത്തിക രംഗത്ത് പുരോഗതി ഉണ്ടാക്കാനും ഒന്നും ഈ അസംസ്കൃത വസ്തുക്കൾ കൊണ്ടൊന്നും സാധിച്ചില്ല. ഓക്കെ, when India became independent, our agricultural and industrial sector was in doldrums അല്ലേ. നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമായ സമയത്ത് ഇന്ത്യയുടെ കാർഷിക രംഗവും അതുപോലെ തന്നെ വ്യാവസായിക രംഗമൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അത് വളരെ പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയായിരുന്നു. ഓക്കെ, അന്ന് വരെ സ്വാതന്ത്ര്യം കിട്ടാനുള്ള ആ ഒരു സ്വാതന്ത്ര്യ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും ഒന്നും ശരിക്കും ഇന്ത്യയുടെ എക്കണോമിക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റിൽ അത്ര ശ്രദ്ധ ഊന്നാനും കഴിഞ്ഞിരുന്നില്ല. കാരണം അപ്പോൾ അവരുടെ ലക്ഷ്യം എന്തായിരുന്നു, ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയെ സ്വതന്ത്രമാക്കുക, ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധയൂന്നി ഇന്ത്യയിലെ ആഭ്യന്തര കാര്യങ്ങളിൽ ശ്രദ്ധയൂന്നിയിട്ട് ഇന്ത്യയെ അത്തരത്തിലൊക്കെ വികസനത്തിൻ്റെ തലത്തിലേക്ക് നമുക്ക് കൈപിടിച്ചുയർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുവരെ ഇന്ത്യയിലെ നേതാക്കന്മാർക്കും അത്തരം കാര്യങ്ങളിൽ എന്തില്ല, ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. റീജിയണൽ ഇനീക്വാലിറ്റീസ് വെർ പ്രിവാലൻറ്റ് ആൻഡ് ദർ വാസ് എ ഗ്രേറ്റ് ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റൽ റിസോഴ്സസ് അല്ലേ. റീജിയണൽ ഇനീക്വാലിറ്റീസ്, ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ കേസിൽ തന്നെ നമുക്ക് പറയാം, കൽക്കത്ത, ബാംഗ്ലൂർ, മദ്രാസ് അങ്ങനത്തെ പോലെയുള്ള കാൺപൂർ, ഗുജറാത്ത് ഇങ്ങനെ പോലെയുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇപ്പം നമ്മൾ പറയുന്ന മെട്രോപൊളിറ്റൻ സിറ്റീസ് എന്നൊക്കെ, അത് പണ്ടത്തെ സമയത്തും എന്തായിരുന്നു, ബ്രിട്ടീഷുകാർ ചിലപ്പോൾ റെയിൽ ഗതാഗതം സ്ഥാപിച്ചത് കൊണ്ടോ തുറമുഖങ്ങൾ സ്ഥാപിച്ചത് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ കുറച്ച് തരത്തിൽ എന്തെങ്കിലും വ്യാവസായികമായിട്ട് കുറച്ചൊക്കെ ഒരു മുൻപന്തിയിലുള്ള സ്ഥലങ്ങളായിരിക്കും. പക്ഷേ അത് മൊത്തത്തിൽ അവിടുത്തെ ആ ഒരു വികസനം അവിടെ മാത്രം ഒതുങ്ങി നിന്ന് അതുകൊണ്ട് രാഷ്ട്രത്തിന് മൊത്തത്തിലായിട്ടൊരു മൂലധനം ഉണ്ടാക്കാൻ സഹായിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ ബംഗാളിലൊക്കെ തുണിമില്ല് ഏറ്റവും കൂടുതൽ ചണ വ്യവസായമുള്ള സംസ്ഥാനമാണ് പശ്ചിമ ബംഗാളിൽ തുണി വ്യവസായം എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. പക്ഷേ ആ തുണി വ്യവസായത്തിൻ്റെ ആ എഫക്റ്റ് അതുകൊണ്ടുള്ള ഒരു ലാഭം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉതകുന്നതായിരുന്നില്ല അതൊന്നും. അത് ആ പെർട്ടിക്കുലർ റീജിയനിലുള്ള ആളുകൾക്ക് മാത്രമേ അത് ഉപകാരപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് അത് റീജിയണൽ ഇനീക്വാലിറ്റീസ് എന്ന് പറയുന്നത്. എല്ലാ സ്ഥലങ്ങളും ഒരുപോലെ ആയിരുന്നില്ല. ഒരു പെർട്ടിക്കുലർ സ്ഥലം മാത്രം അവരുടെ ആ റിസോഴ്സ് ഉപയോഗിച്ചിട്ട് അവർ കുറച്ച് ആളുകൾക്ക് തൊഴിലുണ്ടായി, അവർക്ക് കുറച്ച് തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടായി എന്നൊക്കെ പറയാം. ഓക്കെ, India had to be brought out from this backward environment, and the leaders of the nation had a great goal to achieve. They started making plans and projects to lead the country along the path of development, ensuring welfare of all citizens. അപ്പോൾ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം നമ്മുടെ നേതാക്കന്മാരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു? മേക്കിംഗ് പ്ലാൻ ആൻഡ് പ്രൊജക്റ്റ്
എന്ത് പ്ലാൻസും പ്രൊജക്റ്റും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു ലീഡ് ദ കൺട്രി അലോങ് ദ പാത്ത് ഓഫ് ഡെവലപ്മെൻറ്റ്. വികസനത്തിലേക്ക് ഒരു രാജ്യത്തെ നയിക്കുന്നതിന് വേണ്ടി അതിന് ഉപകാരപ്രദമായിട്ടുള്ള പ്ലാൻസുകളും പ്രൊജക്റ്റുകളും ഒക്കെ അവതരിപ്പിക്കുക. എൻഷറിങ് ദ വെൽഫെയർ ഓഫ് ഓൾ സിറ്റിസൺ. അത് ഡെവലപ്മെൻറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള പ്ലാൻസും പ്രൊജക്റ്റും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതോടൊപ്പം ഇങ്ങനത്തെ പ്ലാൻസും പ്രൊജക്റ്റൊക്കെ എന്തും കൂടെ കണക്കിലെടുത്ത് വേണം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ വെൽഫെയറും കൂടെ പരിഗണിച്ചിട്ട് വേണം. കാരണം ജനങ്ങളുടെ എന്താ പറയുക ലിവിങ് ഏരിയാസിലും അതുപോലെ തന്നെ എൻവിയോൺമെൻറ്റിന് ഹസാർഡ് ഉണ്ടാക്കുന്ന രൂപത്തിൽ അങ്ങനെയൊന്നും പ്ലാൻസ് പ്രൊജക്റ്റൊന്നും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റൂല. അതൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ജനങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങൾക്കും അനുസരിച്ച് അവരുടെ തീരുമാനങ്ങളും കൂടെ ഉൾക്കൊണ്ടിട്ട് വേണം മാത്രമേ എന്തായിട്ടുള്ളൂ ഇന്ത്യയിലെ ഈ ഡെവലപ്മെൻറ്റ് മേക്കേഴ്സ് അവരുടെ പ്രൊജക്റ്റുകളും പ്ലാനുകളും ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ ചെറിയൊരു നോട്ട് പറയുന്നുണ്ട്. ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ്. ഒറീസയിലുള്ള ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഇഷ്യൂ പറയുന്നുണ്ട്. ഒറീസ ഈസ് ആൻ ഓർ സെൻറ്റർ ഓഫ് ബോക്സൈറ്റ്, ഡോളമൈറ്റ്, ഗ്രാഫൈറ്റ്, അയൺ ഓർ ആൻഡ് കോപ്പർ. ഓക്കെ, അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഒറീസ സംസ്ഥാനം എന്താണെന്നറിയോ? ഈ അയിരുകൾ കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. ബോക്സൈറ്റ്, ഡോളമൈറ്റ്, ഗ്രാഫൈറ്റ്, അയണിൻ്റെ ഒക്കെ അയിര് ഓറ് അതായത് ഇരുമ്പുരുക്ക് വ്യവസായം, അതായത് ഇരുമ്പിൻ്റെ ഓറ്, ഹെമറ്റൈറ്റും ഇതൊക്കെ കേട്ടിട്ടില്ലേ, അയൺ. അപ്പോൾ അതുപോലെ തന്നെ അലൂമിനിയത്തിൻ്റെ ബോക്സൈറ്റും അതൊക്കെ അതിൻ്റെ അയിരുകൾ കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ള സംസ്ഥാനമാണ് ഒറീസ. അപ്പം ഗ്ലോബൽ ഡിമാൻഡ് ഫോർ ദീസ് ആർ ഓൺ ദ ഇൻക്രീസസ്. അപ്പോൾ അന്താരാഷ്ട്ര രംഗത്ത് ഇത്തരത്തിലുള്ള ഓറുകളുടെ ആവശ്യം ഇൻക്രീസ് ചെയ്തുകൊണ്ടുള്ള ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും കൂടിയാണ്. ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈസ് ഹാപ്പി ദർ ഈസ് ആൻ അൺപ്രസിഡൻറ്റഡ് ഡിമാൻഡ് ഫോർ അയൺ ഓർ ആൻഡ് ഇറ്റ് ഡിസൈഡ് ടു എക്സ്പ്ലോയിറ്റ് ദ ഓർസ്. അതായത് ഇരുമ്പിൻ്റെ അയിരിന് ക്രമാതീതമായിട്ടുള്ള ഒരു ഡിമാൻഡ് വരുന്ന സമയം. കാരണം വ്യവസായങ്ങളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു സാധനമാണ് അയൺ എന്ന് പറഞ്ഞാൽ സ്റ്റീൽ വ്യവസായം അല്ലേ, ഇരുമ്പുരുക്ക് വ്യവസായങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ശരിക്കും ഇവിടെ നിന്ന് ഈ അയണിൻ്റെ ഓറ് കുഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് അവർക്ക് ഡെവലപ്മെൻറ്റ്, അവരുടെ സംസ്ഥാനത്തിന് ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ലേ, അത് അവർക്ക് ഭയങ്കര ഒരു നല്ലൊരു വാർത്തയായിരുന്നു. അങ്ങനെ ഇറ്റ് സൈൻഡ് സെവറൽ എഗ്രിമെൻറ്റ്സ് വിത്ത് ദ ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ കമ്പനീസ് ടു മൈൻ അയൺ ഓർസ്. അങ്ങനെ ഡൊമസ്റ്റിക് ആയിട്ടുള്ളതും ആഭ്യന്തരപരമായും അതുപോലെ തന്നെ ഫോറിൻ കൺട്രീസുമായിട്ട് അവരെന്ത് ചെയ്തു, സെവറൽ എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചു. ഓക്കെ, the government believed that this policy would bring a capital investment leading to many employment opportunities. അപ്പം അവർ വിചാരിച്ചു, ഗവൺമെൻറ് വിചാരിച്ചു ഇത് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ എംപ്ലോയ്മെൻറ്റിന് ഒരു എംപ്ലോയ്മെൻറ്റിന് എന്തുണ്ടാക്കും, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യും അല്ലേ, ജോലി സാധ്യതകൾ അവർക്ക് ഉണ്ടാക്കും. അവർക്കും തന്നെ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ശരിക്കും അത് മാറും. അവരിങ്ങനെ ഒരു കരാറിൽ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ കുറേ ആളുകൾക്ക് ജോലി ഇല്ലാത്തവർക്കൊക്കെ ജോലി കിട്ടും. അവരുടെ സ്റ്റേറ്റിൻ്റെ തന്നെ എക്കണോമിക് ഡെവലപ്മെൻറ്റിലൊക്കെ വളരെ ഇൻക്രീസ് വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ അവർ വിചാരിച്ചു. ബട്ട് ദ അയൺ ഓർസ് ലൈസ് ഇൻ ദ ഏരിയാസ് ഒക്കുപ്പൈഡ് ബൈ ട്രൈബൽ പോപ്പുലേഷൻ. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അയൺ ഓറ് കുഴിച്ചെടുക്കുന്ന സ്ഥലങ്ങൾ ഭൂരിഭാഗവും എവിടെയെന്നറിയാം, അവിടുത്തെ ട്രൈബൽ പോപ്പുലേഷൻസ് താമസിക്കുന്ന ഏരിയകളിലായിരുന്നു. എസ്റ്റാബ്ലിഷിംഗ് ഫാക്ടറീസ് ആൻഡ് ഇൻഡസ്ട്രീസ് വുഡ് ലീഡ് ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് ട്രൈബൽ ലാൻഡ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ട്രൈബൽസ്. ശരിക്കും അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷിംഗ് ഫാക്ടറീസും ഇൻഡസ്ട്രീസൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായും would lead to the destruction of tribal lands and the displacement of tribals. ട്രൈബൽ ലാൻഡ് എന്ത് ചെയ്യും, ഡിസ്ട്രക്ഷൻ സംഭവിക്കും. ആ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഭൂമി എന്ത് ചെയ്യും, ചിലപ്പം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള കുറേ ട്രൈബൽസ് ഡിസ്പ്ലേസ്ഡ് ചെയ്യാൻ സാധ്യത, കാരണം അവരുടെ
വീടും സ്വത്തുക്കളൊക്കെ ഉപേക്ഷിച്ച് വേറെ സ്ഥലത്തിൽ ഡിസ്പ്ലേസ് ചെയ്യാൻ പോകും. കാരണം ഒരു ഓറ് മൈനിങ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ചെറിയൊരു പ്രോസസ്സൊന്നുമല്ല, ഒരു കിണർ കുഴിക്കുന്ന പോലെ ഒന്നുമല്ലല്ലോ ഒരു ഓർ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. അതൊരു ഇൻഡസ്ട്രി സ്ഥാപിക്കണം, അതിൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയുള്ള ഫാക്ടറികൾ ഉണ്ടാക്കണം. അപ്പോൾ ശരിക്കും അതിൻ്റെ പൊല്യൂഷൻസൊക്കെ വളരെയധികം വരും. അതുകൊണ്ട് ദാറ്റ് ലൊക്കാലിറ്റി ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ദ ലിവിങ്. ആ ഒരു ഏരിയ എന്താവില്ല, അവർക്ക് ജനവാസ യോഗ്യമാകില്ല, പൊല്യൂട്ടഡൊക്കെ ആയിരിക്കും. സ്വാഭാവികമായും ദേ ആർ ഫോഴ്സ്ഡ് ടു ഡിസ്പ്ലേസ്. അവരെന്ത് ചെയ്യും, അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ നിർബന്ധിതാവസ്ഥയിലാകും. The environmentalists rightly feel that the mining industries in the region would lead to pollution. ഞാൻ പറഞ്ഞല്ലോ അവിടെ, അതായത് പരിസ്ഥിതിവാദികളും അഭിപ്രായപ്പെട്ടു ശരിക്കും അവിടുത്തെ ഇതുണ്ടല്ലോ മൈനിങ് ഇൻഡസ്ട്രീസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് പൊല്യൂഷൻ സ്വാഭാവികമായും വരുത്തി വെക്കും. ദ സെൻട്രൽ ഗവൺമെൻറ് വാണ്ട്സ് ദ സ്റ്റേറ്റ് ടു സ്റ്റാർട്ട് The central government wants to start such industries in the state and set an example for other state. സെൻട്രൽ ഗവൺമെൻറ്റിന് ഈ അവസരത്തിൽ എന്താണ് അവരുടെ താല്പര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അങ്ങനെ ഒരു ഇൻഡസ്ട്രി എസ്റ്റാബ്ലിഷ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ആൻഡ് സെറ്റ് ആൻ എക്സാമ്പിൾ ഫോർ അതർ സ്റ്റേറ്റ്. മറ്റു സംസ്ഥാനങ്ങൾക്ക് ഇതൊരു മാതൃകയാവണം. കാരണം ഒരു ഒറീസയിൽ മാത്രമല്ല ഇത്തരം റിസോഴ്സസ് ഉള്ളത്, ഇന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ എന്തുണ്ട്, ഇതുപോലെ തന്നെ വളരെ സമ്പുഷ്ടമായിട്ടുള്ള റിസോഴ്സസ് ഉണ്ട്. ഇപ്പോൾ കേരളത്തിലിപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് കൊല്ലം തോറിയം ഇൽമനൈറ്റ് എന്ന് പോലെയുള്ള ഓറുകൾ കൊണ്ട് യുറേനിയത്തിൻ്റെ ഓറാണത്. അപ്പം അതുകൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ള ഇൽമനൈറ്റ് മോണോസൈറ്റൊക്കെ കേരളത്തിലെ കൊല്ലം ജില്ലയിലെ കടൽ തീരത്തൊക്കെ വളരെ സമ്പുഷ്ടമായിട്ടുള്ള ഒരു അയിരാണ്. അപ്പോൾ അതുപോലെ ഇങ്ങനെ പല റിസോഴ്സസ് ഉള്ള പല സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇതൊരു മാതൃകയാവണമെന്ന് ആര് വിചാരിച്ചിട്ടുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് വിചാരിച്ചിട്ടുണ്ട്. Obstructing industries would badly affect capital investment in India. അതായത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു വ്യവസായങ്ങൾ നമ്മൾ തടയുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ബാഡ്ലി എഫക്റ്റ് ദ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യ. ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഒരു സാമ്പത്തിക ഇൻവെസ്റ്റ്മെൻറ്റിന് ഇതെന്ത് ചെയ്യും, ശരിക്കും പ്രതികൂലമായി ബാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ക്രൈസിസിലായിരുന്നു ആ സമയത്ത് ഒറീസ ഗവൺമെൻറ്റും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റും നിന്നത്. ഒരു ഭാഗത്ത് ജനങ്ങളുടെ വെൽഫെയറും അതുപോലെ തന്നെ അവരുടെ ഒക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിക്കണം. മറുഭാഗത്ത് ഡെവലപ്മെൻറ്റ് പോസിബിൾ ആകും വേണം. ഒരു ഭാഗത്ത് എൻവയോൺമെൻറ്റലിസ്റ്റിൻ്റെ ആശയങ്ങൾ അംഗീകരിക്കുകയും വേണം. അങ്ങനെ പല ക്രൈസിസും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ പറയുന്നത് പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി. ഇതുപോലെ രാഷ്ട്രീയമായിട്ടുള്ള പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും അനിശ്ചിതാവസ്ഥയൊക്കെ ഈ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് വാട്ട് സോർട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് ഈസ് നെസസറി ഫോർ എ കൺട്രി. ഒരു രാജ്യത്തിന് ശരിക്കും വേണ്ടത് ഏത് തരത്തിലുള്ള ഡെവലപ്മെൻറ്റാണ്, ഏത് തരത്തിലുള്ള ഡെവലപ്മെൻറ്റാണ് ശരിക്കും ഒരു കൺട്രീസിന് വേണ്ടത്. ശരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസറും എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ആർക്കും പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് പറയാം നോബഡി ഇൻട്രസ്റ്റ് ഷുഡ് ബി സാക്രിഫൈസ്ഡ് ടു സാറ്റിസ്ഫൈ അതേഴ്സ് ഇൻട്രസ്റ്റ് അല്ലേ. ഒരു ആളുടെ താല്പര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്, സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വേറൊരാളുടെ താല്പര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അടിച്ചമർത്താനും പാടില്ല. കാരണം എല്ലാവരുടെയും എന്ത് ചെയ്യണം, താല്പര്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യണം പോയിട്ട് വേണം ഡെവലപ്പിനാക്കാൻ. അപ്പോൾ നേരത്തെ ഒറീസയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും ഇത് ഈ ഇൻഡസ്ട്രി തുടങ്ങണം എന്നാണ് അവരുടെ താല്പര്യം അല്ലേ. പക്ഷേ അറ്റ് ദ സെയിം ടൈം അവിടുത്തെ പീപ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ലാൻഡ് ലോസ് ചെയ്തു പോവും. അതുപോലെ തന്നെ അവരുടെ മെനി പീപ്പിൾ ഡിസ്പ്ലേസ്ഡ് ഫ്രം ദർ ലൊക്കാലിറ്റി. കുറേ ആളുകൾ അവരുടെ ആ ഒരു ആവാസ സ്ഥലം വിട്ടു പോവേണ്ട അവസ്ഥ വരും. അപ്പോൾ ജനങ്ങളുടെ ആഗ്രഹങ്ങളും നമ്മളവിടെ നോക്കണം. അതല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ആഗ്രഹങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിക്കണം, മറ്റുള്ളവരുടെ അത് അടിച്ചമർത്താൻ പാടില്ല. ഓക്കെ, അത് ഒരു കാര്യമാണ്.
ഇനി ആസ് ദ എൻവിയോൺമെൻറ്റലിസ്റ്റ് സേ വി ഹാവ് ടു കൺസിഡർ ദ ഗെയിൻസ് ഫോർ ദ പ്രസൻറ്റ് ജനറേഷൻ ആൻഡ് ദ ലോസസ് ഓഫ് ദ കമ്മിങ് ജനറേഷൻ വിൽ ഹാവ് ടു സഫർ ബിഫോർ ടേക്കിംഗ് ഡിസിഷൻ. ഇതിപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും പലതരത്തിലുള്ള ജനറൽ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താണ് എൻവിയോൺമെൻറ്റലിസ്റ്റുകളുടെ ഈ ഒരു പ്രധാന ആശയം? അതായത് നമ്മളൊരു ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ഷുഡ് കൺസിഡർ ദ കമ്മിങ് ജനറേഷൻ, വി ഷുഡ് കൺസിഡർ ദ പ്രസൻറ്റ് ജനറേഷൻ ഓൾസോ ദ കമ്മിങ് ജനറേഷൻ അല്ലേ. ഇപ്പോഴത്തെ ഒരു ജനറേഷനെയും അതുപോലെ തന്നെ വരും തലമുറയെയും നമ്മൾ എന്ത് ചെയ്യണം, പരിഗണിക്കണം. ഇപ്പോൾ വാട്ടറിൻ്റെ കേസിലൊക്കെ എന്ന് പറയും, നമ്മൾ എന്ത് ചെയ്യും, വെള്ളത്തെ വാട്ടർ കൺസർവേഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് അത് നമ്മൾക്ക് മാത്രം ഉപയോഗിച്ചാൽ പോരാ, വരും ജനറേഷനും കൂടി അത് എവിടെ ബാക്കി വെച്ച് വേണം നമ്മൾ എന്ത് ചെയ്യുക, അത് ചിലവഴിക്കാമെന്നൊക്കെ പറയും. അതുപോലെ എന്ത് ഡെവലപ്മെൻറ്റ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്തും ഇപ്പോഴത്തെ ഒരു നമ്മളുടെ ആ ഒരു നേട്ടം മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, പരിഗണിച്ചാൽ പോരാ, ഇതിന് ശേഷം വരുന്ന ഒരു ജനറേഷൻ്റെ കാര്യം കൂടെ നമ്മൾ എന്ത് ചെയ്യണം, പരിഗണിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയലുണ്ട്, പല സ്ഥലത്തും ന്യൂക്ലിയർ റിയാക്ടറൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിൻ്റെ ന്യൂക്ലിയർ അത്രയും എന്തെങ്കിലും ചെറിയ ലീക്കേജ് കൊണ്ട് ന്യൂക്ലിയർ റേഡിയേഷൻ പുറത്തേക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യില്ല, അവിടെയുള്ള ആളുകൾക്ക് വലിയ എഫക്റ്റ് ഉണ്ടാവും, അതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവില്ലെങ്കിൽ കൂടിയിട്ട് കമ്മിങ് ജനറേഷൻ അവിടെ നിന്ന് പിന്നെയുള്ള തലമുറയ്ക്ക് ചില ജനിതക വ്യതിയാനങ്ങൾ, ജനറ്റിക് ആയിട്ടുള്ള മ്യൂട്ടേഷൻസ് ഒക്കെ സംഭവിക്കും, ചില വ്യതിയാനങ്ങളൊക്കെ സംഭവിക്കും, ജനിതക വൈകല്യങ്ങൾ സംഭവിക്കാം. അപ്പോൾ അതാണ് അതിൻ്റെ കമ്മിങ് ജനറേഷനെ നമ്മൾ പരിഗണിക്കാതെ നമ്മൾ ഓരോ ഇൻഡസ്ട്രീസ് നമ്മൾ അത്രയും പ്രൊട്ടക്റ്റീവ് അല്ലാത്ത രീതിയിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും, ജനങ്ങൾക്ക് വളരെയധികം പ്രതികൂലമായിട്ട് ഭവിക്കും. ഓക്കെ, അപ്പം നമ്മൾ എന്ത് കാര്യങ്ങളും ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ in a democratic sector the final decision should come from the people അല്ലേ. ഏറ്റവും ഫൈനലായിട്ടുള്ള ഡിസിഷൻ, ഏറ്റവും എന്താ പറയുക, ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ ആരുന്നാണ് വരുന്നത്, പീപ്പിൾ, ജനങ്ങളുടെ അടുത്തു നിന്നാണ് വരുന്നത്. അവരുടെ കോപ്പറേഷൻ ഇല്ലാതെ നമുക്കൊരു ഡെവലപ്മെൻറ്റും പോസിബിൾ അല്ലല്ലോ. ഓഫ് പ്ലാച്ചിമട, അതൊക്കെ ഉദാഹരണങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ല, മൈലമ്മൻ്റെ കാര്യമൊക്കെ, പ്ലാച്ചിമട, കൊക്കക്കോള ഫാക്ടറിയൊക്കെ. അപ്പോൾ അതാണ് അവിടെ ജനങ്ങളുടെ ഒരു ഇതില്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് പോസിബിൾ അല്ല. ഓഫ് കോഴ്സ് വി ഹാവ് ടു ടുക്ക് ഫോർ എക്സ്പേർട്ട് അഡ്വൈസ് ഫ്രം മൈനിങ് സ്പെഷ്യലിസ്റ്റ്, എൻവിയോൺമെൻറ്റലിസ്റ്റ് ആൻഡ് എക്കണോമിക്സ്റ്റ്. ഓക്കെ, അപ്പം നമ്മൾ ജനങ്ങളുടെ ഇത് കേൾക്കണം, എൻവിയോൺമെൻറ്റലിസ്റ്റിൻ്റെ കാര്യങ്ങൾ കേൾക്കണം, എക്കണോമിസ്റ്റിൻ്റെ കാര്യങ്ങൾ കേൾക്കണം. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും കേട്ടിട്ട് നമുക്ക് ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കും കൂടി ഒത്തുപോകുന്നത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യലും ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീസൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ബിയറിംഗ് ഇൻ മൈൻഡ് ഓൾ ദ പോസ് ആൻഡ് കോൺസ് ഓഫ് ദ സ്റ്റേറ്റ് ഹാസ് ടു ടേക്ക് പൊളിറ്റിക്കൽ ഡിസിഷൻ അല്ലേ. ഇങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് മാത്രമേ എന്ത് ചെയ്യും, ഒരു രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിനോ എടുക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ അവരുടെ താല്പര്യത്തിന് സ്വമേധയായുള്ളൊരു താല്പര്യത്തിലും വേണ്ടിയിട്ട് ഒന്നും എന്ത് ചെയ്യല്ല, ഇത്തരം ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇത്തരം തീരുമാനങ്ങൾ എടുക്കൽ പോസിബിൾ അല്ല. ഓക്കെ, ഇനി നമ്മുടെ ഇവിടെ ഒരു കാര്യം പറഞ്ഞു, പീപ്പിൾ ഓഫ് ഒറീസ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് പോസ്കോ. അത് അനദർ എക്സാമ്പിൾ, ഡെവലപ്മെൻറ്റൽ ബേസിസ് ആയിട്ടുള്ള അനദർ എക്സാമ്പിളാണ്. പോസ്കോ എ കൊറിയൻ കമ്പനി വാണ്ടഡ് ടു സ്റ്റാർട്ട് എ സ്റ്റീൽ പ്ലാന്റ് ഇൻ ജഗത്സിംഗ്പൂർ ഇൻ ഒറീസ. അപ്പോൾ കൊറിയൻ കമ്പനിയായ പോസ്കോയ്ക്ക് ഒറീസയിൽ ഒരു സ്റ്റീൽ പ്ലാന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ദ ഗവൺമെൻറ് ഓഫ് ഒറീസ സൈൻഡ് MOU. അത് MOU എന്ന് പറഞ്ഞാൽ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വിത്ത് പോസ്കോ. അവർ ശരിക്കും എന്ത് ചെയ്തു, പോസ്കോ കമ്പനിയുമായിട്ടൊരു കരാറിലൊക്കെ ഒപ്പിട്ടിരുന്നു. ബട്ട് ദ ഹൺഡ്രഡ്സ് ഓഫ് മെൻ ആൻഡ് ദ വുമൺ ഫ്രം ദ വില്ലേജ് ഓഫ് ദിൻകിയ, നുഗാവോൺ ആൻഡ് ദ ഗഡച്ചങ്ക മാർച്ച്ഡ് ഇൻ ടു ദ പോസ്കോ ഓഫീസ് പ്രൊട്ടസ്റ്റിംഗ് അഗെയിൻസ്റ്റ് ദ ന്യൂ സ്റ്റീൽ പ്ലാന്റ്. ഇത്തരം പ്രദേശങ്ങളിൽ നിന്നൊക്കെ ജനങ്ങൾ പോസ്കോയുടെ ഓഫീസിലേക്ക് മാർച്ച് ചെയ്തു. ദ പോലീസ് ബ്ലോക്ക്ഡ് ദ പാത്ത് ഓഫ് ദ പ്രൊട്ടസ്റ്റേഴ്സ്. ദേ ബിലീവ്ഡ് ദാറ്റ് ദ പ്രൊപ്പോസ്ഡ് പ്ലാന്റ് വുഡ് ബി എ ട്രീറ്റ് ടു ദ ലൈഫ്, പ്രോപ്പർട്ടി ആൻഡ് സോഴ്സ് ഓഫ് ലൈവ്ലിഹുഡ്.
ഓക്കെ. അപ്പം അവരങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ജീവനും അതുപോലെ തന്നെ സമ്പാദ്യത്തിനും ഒക്കെ എന്ത് ചെയ്യും, അത് എന്താ പറയുക, ഒരു ബാഡ് എഫക്റ്റ് നെഗറ്റീവായിട്ട് ഭവിക്കും എന്നതുകൊണ്ടാണ് ആ സ്റ്റീൽ കമ്പനി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അവർ പ്രൊട്ടസ്റ്റ് ചെയ്തത്. ഓക്കെ. ഇതിന് കുറേ രാഷ്ട്രീയമായിട്ടുള്ള സംഘടനകളുടെയൊക്കെ പിന്തുണ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. രാഷ്ട്രീയ യുവജന സംഘടൻ അതുപോലെ തന്നെ നവനിർമ്മാൺ സമിതി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പിന്തുണയോട് കൂടിയിട്ടാണ് ജനങ്ങൾ അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു ഡെവലപ്മെൻ്റൽ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഏത് സംസ്ഥാനങ്ങളിലായാലും എവിടെ ആയാലും നടന്നു വരുന്ന പല കാര്യങ്ങളാണ്. ഇപ്പോൾ കുറേ ഉദാഹരണങ്ങളുണ്ട്. പ്ലാച്ചിമട പറഞ്ഞു, കൂടംകുളം ആണവവൈദ്യുതം, ഉദയകുമാറിനൊക്കെ നിങ്ങൾ കേട്ടില്ലേ, കൂടംകുളം ആണവവൈദ്യുതം. ഇങ്ങനത്തെ എന്തൊരു എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നർമ്മദ ബച്ചാവോ ആന്തോളൻ, മേധാ പട്കർ കേട്ടിട്ടില്ലേ, നർമ്മദാ നദിയിൽ അണക്കെട്ട് നിർമ്മിക്കുന്നതിന് കുറേ വർഷങ്ങളായിട്ടുള്ള സമരമാണ്. അപ്പോൾ ഇതൊക്കെ എന്തൊരു ഡെവലപ്മെൻ്റൽ പ്രോസസ്സ് എവിടെ നടക്കുകയാണെങ്കിലും അത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ലൊക്കാലിറ്റിയിലാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് പ്രൊട്ടസ്റ്റ് ഉണ്ടാകും, അത് തീർച്ചയാണ്. അപ്പം ജനങ്ങളുടെ വെൽഫെയറും അതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് അതുപോലെ തന്നെ എൻവയോൺമെൻറ്റലിൻ്റെ തീരുമാനങ്ങളും അതുപോലെ തന്നെ എക്കണോമിക്കലി എക്സ്പേർട്ടായിട്ടുള്ള ആളുകളുടെ തീരുമാനങ്ങൾ ഇങ്ങനെയെല്ലാം കൂടി ചർച്ച ചെയ്തിട്ടേ മാത്രമേ ഉള്ളൂ എവിടെയാണെങ്കിലും ഒരു വ്യവസായം, ഒരു സംരംഭം ആർക്കും സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ, അതേ എന്ത് ചെയ്യുള്ളൂ, വിജയിക്കുകയുള്ളൂ. ഓക്കെ. ഇനി ഇവിടെ കുറച്ച് 2-3 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. വാട്ട് ക്യാൻ ദ ഗവൺമെൻറ് ടു എൻഷുർ ദ ജസ്റ്റ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്? വെറും എക്കണോമിക് ഡെവലപ്മെൻ്റ് അല്ല, എൻഷുർ ജസ്റ്റ് ഒരു നീതിപൂർവമായിട്ടുള്ള ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നത്? ഈ സെൻട്രലൈസ്ഡ് പ്ലാനിങ് എസെൻഷ്യൽ. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ഇവിടെ പറയുന്നില്ല, അത് വഴി അങ്ങനെ പറയും. അതായത് സെൻട്രലൈസ്ഡ് പ്ലാനിങ് എസെൻഷ്യൽ ആണോ? രണ്ടാമത്തെ, ഷുഡ് ദ ഗവൺമെൻറ് ഇറ്റ്സെൽഫ് റൺ എ കീ ഇൻഡസ്ട്രീസ് ആൻഡ് ബിസിനസ്? ഷുഡ് ദ ഗവൺമെൻറ് ഇറ്റ്സെൽഫ് റൺ കീ ഇൻഡസ്ട്രീസ് ആൻഡ് ബിസിനസ്സസ്? ഗവൺമെൻറ് സ്വന്തമായിട്ട്, ഗവൺമെൻറ് വേറെ ആരുടെയും കോപ്പറേഷൻ ഇല്ലാതെ തന്നെ ഇതുപോലുള്ള ഇൻഡസ്ട്രിയും ബിസിനസ്സൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമോ? അടുത്തത്, വാട്ട് ജസ്റ്റിസ് ഒബ്സ്ട്രക്റ്റ് ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ്? അതായത് എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ വിൽ ജസ്റ്റിസ് ഒബ്സ്ട്രക്റ്റ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്? അതായത് എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ ജസ്റ്റിസ് എന്താണ്, നീതി എന്നുള്ളത് ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്നുണ്ടോ, തടയുന്നുണ്ടോ? കാരണം ഒരു സ്ഥലത്ത് എക്കണോമിക് ഡെവലപ്മെൻറ്റ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ആ സമയത്ത് ജസ്റ്റിസ് എന്നുള്ള ഒരു കാര്യത്തെ നമ്മൾ ഒബ്സ്ട്രക്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടോ? ഓക്കെ. ഹൗ മച്ച് ഇമ്പോർട്ടൻസ് ഷുഡ് ബി ഗിവൺ ദ സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ്? എത്രത്തോളം അതുപോലെ തന്നെ സോഷ്യലും അതുപോലെ തന്നെ എക്കണോമിക്കൽ ജസ്റ്റിസിന് എത്ര നമ്മൾ എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കണം? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഗവൺമെൻറ് എൻഷുർ ചെയ്യണം അല്ലേ? അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ഇനി ചാപ്റ്ററിലേക്ക് നമ്മൾ ജസ്റ്റ് കടന്നിട്ടേ ഉള്ളൂ, പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഇന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ ആൻസേഴ്സ് ഇനി ഈ ചാപ്റ്ററിൻ്റെ ഓരോ സെക്ഷനിലായിട്ട് നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. പ്ലാനിങ് എന്താ പറയുക, 5 ഇയർ പ്ലാനിലൊക്കെ കുറിച്ചൊക്കെ ഈ ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് കാര്യങ്ങളൊന്ന് വായിച്ചിട്ട് എന്താ പറയുക, ഇതിനെ പറ്റിയിട്ടൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, എങ്കിൽ മാത്രമേ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ഒന്ന് പറയുന്ന സമയത്ത് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. ഓക്കെ, താങ്ക് യു.